കൈ കാണിക്കുമ്പോഴത്തേക്കും തെറിച്ചു പോകുന്ന രീതിയിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇത് എന്താണ്? ഇത് യഥാർത്ഥത്തിൽ മെസ്മറിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. രണ്ട് ടൈപ്പ് മെസ്മറിസം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് മന്ത്ര മെസ്മറിസം. മന്ത്രം ഉപയോഗിച്ചിട്ട് എനർജി മറ്റൊരു ബോഡിയിലോട്ട് പാസ് ചെയ്തതിന് ശേഷം ആ ബോഡീനെ എനർജൈസ് ചെയ്യും നമ്മൾ. മന്ത്രം ചൊല്ലിയ എനർജി പാസ് ചെയ്യും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എനർജി താങ്ങാൻ പറ്റില്ല. ഈ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഒന്നെങ്കിൽ നിന്ന നിപ്പിൽ ഈ ആൾ അവിടെ കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ നേരെ പുറകോട്ട് തെറിച്ചു പോകും. ഇതൊരു സൂഡോ സയൻസ് ഗണത്തിൽപ്പെടുന്ന, ആദ്യം അത് മനസ്സിലാക്കണം. സൂഡോ സയൻസ് ഗണത്തിൽപ്പെടുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മാഗ്നറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ എനർജി ഹീലിംഗ്സ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും ഈ റൈക്കി പ്രാണി ഹീലിംഗ് അത്തരത്തിലുള്ള എനർജി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ധ്യാന കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും കൂടിയ അളവിൽ നമ്മൾ സാധനം കണ്ടിരിക്കുന്നത്. ശരിക്കും രണ്ട് രീതിയിലാണ് ഈ തെറിച്ചു പോക്ക് സംഭവിക്കുന്നത്. ഒന്ന്, ഈ ആളുകളെല്ലാം പ്ലാനഡ് ആയ ആളുകളായിരിക്കാം ഒന്ന്. അപ്പോ പിന്നെ അവര് സജസ്റ്റീവാ, അവരെ സജഷൻ കൊടുത്തിട്ടേക്കാം. അമ്പലങ്ങളിൽ ഒരു എനർജി സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ എനർജിനെ നമുക്ക് മാറ്റാൻ പറ്റൂല. റോഞ്ചേട്ടൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതായത് ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ കൈ കാണിക്കുമ്പോഴത്തേക്ക് അവര് തെറിച്ചു പോകുന്നതും കറങ്ങി അടിച്ച് വീഴുന്നതും. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് നമ്മുടെ ഈ പള്ളികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അച്ഛന്മാരൊക്കെ ഇല്ലേ, അവർ ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ അവർ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ തെറിച്ചു പോകുന്ന വീഡിയോ ഒക്കെ അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത്. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ് സിനിമയുണ്ട്. ട്രാൻസ് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കാണിക്കുമ്പോൾ ഇവരെ എല്ലാം നേരത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്കും തെറിച്ചു പോകുന്ന രീതിയിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇത് എന്താണ്? ഇത് യഥാർത്ഥത്തിൽ മെസ്മറിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാൻസ് ആൻഡം മെസ്മർ എന്ന് പറഞ്ഞൊരു വ്യക്തി 18ാം നൂറ്റാണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എനർജി പാസിംഗ് ടെക്നിക്കാണ്. ഇതിന് കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അല്ല, ഒരാൾ തെറിച്ചു പോകുന്ന രീതിയിലൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതൊരു പറ്റിയല്ലേ? ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ എന്തെങ്കിലും ഫേക്ക് വീഡിയോസ് ചെയ്യില്ലെന്ന് അറിയാലോ, കാരണം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഇത് ആ വ്യക്തി കണ്ടുപിടിച്ച ടെക്നിക്കാണ്. ഇതാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഹീലിംഗ് പർപ്പസിന് വേണ്ടി കണ്ടുപിടിച്ചൊരു ടെക്നിക്ക് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് ശേഷമാണ് ഈ റൈക്കി, പ്രാണി ഹീലിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ എനർജി ഹീലിംഗ് ടെക്നിക്കും ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത, ഇതിൽ നിന്നാണ് വേർപെട്ടു പോയത്. ഇതാണ് ഇതിന്റെ ഒറിജിനൽ സോഴ്സ്. ഇതിൽ നിന്നാണ് ഹിപ്നോട്ടിസം ഉത്ഭവിച്ച് ആളുകൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള സാധനത്തിൽ വെച്ചിട്ട്. പക്ഷെ ഇത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഹിപ്നോട്ടിസം സയന്റിഫിക്കലി പല രാജ്യങ്ങളും അംഗീകരിച്ചപ്പോൾ മെസ്മറിസം, പിന്നെ പ്രാണി ഹീലിംഗ്, റൈക്കി ഇതൊന്നും ഇപ്പോഴും സയന്റിഫിക്കലി പ്രൂവഡ് അല്ല. എന്നാൽ ആളുകൾക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പരിണത ഫലമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെസ്മറിസത്തിലോട്ട് കിടക്കുമ്പോൾ, ഞാൻ അപ്രത്യക്ഷമായിട്ട് വന്ന് പെട്ടതാ ഇതിൻ്റെ അകത്ത്. കാരണം എനിക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വന്ന് പെട്ടതാണ്. അപ്പോൾ അസർബൈജാനിൽ നിന്നാണ് ഞാനിത് എടുത്തത്, ഈ കോഴ്സ്. അപ്പോൾ നമുക്കിത് കോഴ്സായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. ഇത് ഒരു ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് നമ്മൾ അഭ്യസിക്കേണ്ട ഒരു ടെക്നിക്കുകൾ ഒന്നാണ്. ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ടൈപ്പ് മെസ്മറിസം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് മന്ത്ര മെസ്മറിസം. മന്ത്രം ഉപയോഗിച്ചിട്ട് എനർജി മറ്റൊരു ബോഡിയിലോട്ട് പാസ് ചെയ്തതിന് ശേഷം ആ ബോഡീനെ എനർജൈസ് ചെയ്യും നമ്മൾ. മന്ത്രം ചൊല്ലിയ എനർജി പാസ് ചെയ്യും. മന്ത്രം ഉപയോഗിച്ച് നമ്മളത് ചെയ്യുന്നില്ല. ഇത് മന്ത്രം ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി മറ്റൊരു ബോഡിയിലോട്ട് പാസ് ചെയ്ത് നമ്മുടെ ചക്രാസിനെ ഓർഡർ ചെയ്ത് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഈ എനർജി താങ്ങാൻ പറ്റില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എനർജി താങ്ങാൻ പറ്റില്ല. ഈ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഒന്നെങ്കിൽ നിന്ന നിപ്പിൽ ഈ ആൾ അവിടെ കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ നേരെ പുറകോട്ട് തെറിച്ചു പോകും. അതല്ലെങ്കിൽ കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആണെങ്കിൽ പെട്ടെന്ന് തെറിച്ചു പോകുന്ന പോലെ തെറിച്ചങ്ങ് പോകും. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്കില്ല് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാനാണ് കൊടുക്കണമെങ്കിൽ എൻ്റെ എനർജി ഉപയോഗിച്ച്, എൻ്റെ എനർജി എത്രത്തോളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം വൈറ്റൽ എനർജി മെസ്മറിസമാണ്. ഈ വൈറ്റൽ എനർജി മെസ്മറിസം എല്ലാ മാസവും കൊച്ചിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു സൂഡോ സയൻസ് ഗണത്തിൽപ്പെടുന്ന, ആദ്യം അത് മനസ്സിലാക്കണം. സൂഡോ സയൻസ് ഗണത്തിൽപ്പെടുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മാഗ്നറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ എനർജി ഹീലിംഗ്സ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്ത് നമുക്ക് ഈ എനർജി പാസ് ചെയ്താൽ,
നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ എനർജി പാസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ റിലീഫ് സംഭവിക്കുന്നത്, നമ്മുടെ സ്ട്രെസ് റിമൂവ് ആവുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരം എനർജി സ്വീകരിക്കാനും കൊടുക്കാനും സാധിക്കുന്ന ഒരു മീഡിയം ആണെന്ന് അറിയാലോ. അപ്പോൾ നമ്മുടെ ബോഡി നിന്ന് തന്നെയാണ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ബോഡിയിലൂടെ എനർജി സ്വീകരിക്കാനും പറ്റും. കൊടുക്കുന്ന ആൾക്ക് ഒരു ക്വാളിറ്റി വേണം. ഒരു മെസ്മറിസം എന്ന് പറഞ്ഞാൽ മെസ്മറിസം ചെയ്യുന്ന ആളുകളെ മെസ്മറിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ മെസ്മറിസ്റ്റിന് എപ്പോഴും ഒരു ക്വാളിറ്റി വേണം. ഞാൻ ചിന്തിക്കുന്ന ചിന്തകളും ഞാൻ എടുക്കുന്ന എനർജിയുമാണ് ഞാൻ ഒരു ബോഡിയിലോട്ട് പാസ് ചെയ്യുന്നത്. അത് എൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിന്തകളെ നമുക്കൊരു മറ്റൊരു ബോഡിയിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് പണ്ട് കാലങ്ങളിൽ ടെലിപ്പതി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. സെയിം പ്രോസസ്സ്. കൂടിയ അളവിൽ നമ്മളൊരു കാര്യത്തിൽ ചിന്തിക്കുന്നു, ആ ചിന്തകളെ നമ്മൾ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ എനർജി മറ്റൊരാളുടെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നമ്മൾ പാസ് ചെയ്ത് ആ എനർജിനെ കണ്ടിന്യൂ ഫ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് ടെക്നിക്കാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇപ്പോൾ അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം ഒരു കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെസ്മറിസം പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു എനർജി ലെവലിലുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഈ റൈക്കി, പ്രാണി ഹീലിംഗ്, അത്തരത്തിലുള്ള എനർജി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാരണം അവര് നോർമൽ കൊടുക്കുന്ന എനർജിനേക്കാളും കൂടിയ അളവിൽ നമുക്ക് മെസ്മറിസം പഠിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വീണ്ടും പറയുന്നു, ഇത് ഇങ്ങനെ ഒരു എനർജി പാസ് ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ രോഗസൗഖ്യം സംഭവിക്കുന്നുള്ളതല്ല പറയുന്നത് ശരിക്കും. അതായത് എനർജി പാസ് ചെയ്താൽ ഈ വ്യക്തിയിൽ റിലാക്സേഷൻ സംഭവിക്കും. മാനസികമായിട്ട് പതുക്കെ ഒരു റിലാക്സ് ആവും. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാഹുലും ഞാനും കൂടി ഇരുന്ന സമയത്ത് രാഹുലിന് ചെറിയൊരു അളവിൽ അത് തോന്നിക്കാണും. എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കണമെന്ന്. നമ്മുടെ ബോഡിയിൽ ചെറിയൊരു തരിപ്പൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ അങ്ങ് ഡൗൺ ആവും. ഈ സമയത്ത് നമ്മൾ ഹിപ്നോട്ടിസം കൂടി ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ സജഷൻസ് ഫയർ ചെയ്യും. സജഷൻസ് ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ആൾക്ക് പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും ഈ സാധനം. അപ്പോൾ മെസ്മറിസം ഉപയോഗിക്കുന്ന ഹിപ്നോട്ടിസം ഉപയോഗിച്ച് തെറാപ്പിയിലോട്ട് പൂർണ്ണമായിട്ട് എത്തണമെങ്കിൽ ആ വ്യക്തി മെസ്മറിസം പഠിച്ചിരിക്കണം. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അപ്പോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെഗറ്റീവ് എനർജി നമുക്ക് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് മെസ്മറിസത്തിന് മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്ട്. അത് മെസ്മറിസത്തിന് മാത്രമല്ല, ഏതൊരു എനർജി ഹീലിംഗിലും ഈ കാര്യം സംഭവിക്കും. ഇനി എങ്ങനെയാണ് തെറിച്ച് വീഴുന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഇത് കണ്ടിരിക്കുന്നത് പള്ളിയിൽ അച്ഛന്മാര് ധ്യാന കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും കൂടിയ അളവിൽ നമ്മൾ സാധനം കണ്ടിരിക്കുന്നത്. ശരിക്കും രണ്ട് രീതിയിലാണ് ഈ തെറിച്ച് പോക്ക് സംഭവിക്കുന്നത്. ഒന്ന്, ഈ ആളുകളെല്ലാം പ്ലാനഡ് ആയ ആളുകളായിരിക്കാം ഒന്ന്. അപ്പോ പിന്നെ അവര് സജസ്റ്റീവാ, അവര് സജഷൻ കൊടുത്ത് ഇട്ടേക്കാം. അതായത് ഈ ഗുരു എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഈ അച്ഛൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഈ വൈദികൻ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബോധമുണ്ട് അവർക്ക്. രണ്ടാമത്തെ വിഷയം, നമ്മൾ സ്റ്റേജിൽ നിർത്തിയിട്ട് ഒരാളെ നമ്മളിത് കാണിച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഇത് വിശ്വസിക്കും. മനസ്സ് ഇത് വിശ്വസിച്ചു പോകും. അത് ഇന്ന ആള് എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്നൊരു സാധനം ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ തൊടുപോലും വേണ്ട തെറിച്ചു പോകും. പക്ഷെ മെസ്മറിസത്തിൽ നമ്മളിത് ഫേക്ക് ചെയ്യുന്നതല്ല, ഇറ്റ്സ് എ റിയൽ. അതായത് നമ്മൾ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഹൈ ലെവൽ ഓഫ് വൈറ്റൽ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെസ്മറിസം നമ്മൾ ഉപയോഗിക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യിപ്പിച്ച് ഇവരുടെ എനർജി എന്താണെന്ന് ഇവരെ മനസ്സിലാക്കി കൊടുത്ത് അവസാനം ഇവരുടെ ബോഡിയിലെ എനർജി ഫില്ല് ചെയ്ത് ഈ എനർജീനെ വെച്ചിട്ട് ആണ് സ്റ്റുഡൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളല്ല ഇതിന്റെ അടുത്ത്, സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലാവും ഓക്കെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ രണ്ട് കൈകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന ആൾക്കൊരു ബുഷിങ് കിട്ടും. അതൊരു എനർജി ബുഷിങ്ങാണ്. ഈ ബുഷിങ് കിട്ടുമ്പോൾ തന്നെ മൈൻഡ് പെട്ടെന്ന് കട്ടായി പോകും, ഒരു ചെറിയ സെക്കൻഡുകൾ കട്ടായി പോകും. ഈ സമയത്താണ് ഈ പുറയിലേക്ക് തെറിച്ചു പോകുന്നത് നമ്മൾ, മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഹീലിംഗ് ടെക്നിക്കാണ്. എനർജി വളരെ പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് തോട്ട്സ് ഉപയോഗിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ, അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരെന്നറിയാമോ? ഇതിപ്പോ മെസ്മറിസം പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെയും ഇതിന്റെ ചെറിയ അളവിലുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. മെസ്മറിസം പഠിച്ചാൽ കുറച്ചൊരു ഹൈ എനർജിയിൽ നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസിലോട്ട് പോവാ, നമുക്ക് ഇന്ന് ചീത്ത കേൾക്കും, വഴക്ക് കേൾക്കും, നമ്മൾ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് ബോസിന്റെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ആട്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുക. എന്നിട്ട് നമ്മൾ നല്ല ബ്രീത്ത് നല്ലോണം വലിച്ചെടുത്തിട്ട് ആ ബോസിന്റെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നോക്കിയിട്ട് പറയാം, റിലാക്സ് ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മിസ്റ്റേക്കാണ്, ഞാൻ അടുത്തോട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഫീലായിരിക്കും. നമ്മളിങ്ങനെ കുറേ വട്ടം ആളുടെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു 5 മിനിറ്റോളം പറഞ്ഞുകൊണ്ടേ. എന്നിട്ട് ആ ആളെ നിന്ന് പോയി കണ്ടു നോക്കി,
ഈ ആള് കാണുമ്പോൾ തന്നെ ആൾക്കില്ലേ എന്താന്ന് പറയാൻ പറ്റും നമുക്ക്. ചിലപ്പോൾ ആൾ നമ്മൾ നോക്കി ചിരിക്കും, ചിലപ്പോൾ ഈ ആൾ പറയാൻ പറയുമ്പോൾ മറന്നു പോകും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ അതിന് മുമ്പേ എനർജി പാസ് ചെയ്ത് വെച്ചേക്കാം ഈ ആൾക്ക്. മനസ്സിലായോ? ഇതേ സാധനമാണ് നമ്മൾ പലപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും മാർക്കറ്റ് എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രഭാവലയത്തിലോട്ട് ആണ് നമ്മൾ കയറി ചെല്ലുന്നത്. നമുക്കിപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചിരിച്ചു പോകും, നമ്മൾ ചിലപ്പോൾ പാനിക്കായി പോകും. നമ്മൾ അത് എന്താണോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി, അത് അങ്ങനെയാണ്. ഇതേ എനർജിയാണ് അമ്പലങ്ങളിൽ ഒരു എനർജി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ എനർജിനെ നമുക്ക് മാറ്റാൻ പറ്റൂല. അതായത് എത്ര നെഗറ്റീവായ ആളും എത്ര പോസിറ്റീവായ ആളും ആ എനർജിയിലാണ് വന്ന് നിൽക്കുന്നത്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എനിക്ക് ഇതിനകത്തൊരു സംശയം എന്ന് വെച്ചാൽ, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം, ഈ എനർജി ഒരാളിലേക്ക് കൊണ്ടുവരാനൊക്കെ എളുപ്പം. ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഒരു എനർജിയെ സ്വീകരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഈ എനർജിയെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ വലിച്ചെടുക്കുന്ന എനർജി എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. പലപ്പോഴും ഈ അറിയാതെ അവര് അവസാനം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ പോകും. അതിനാണ് ഇതിനൊരു മാസ്റ്റർ വേണമെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കീഴിൽ പഠിക്കാൻ വരുന്ന മെസ്മറിസം പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് കൃത്യമായി നമ്മൾ ക്ലാസ് കൊടുക്കും. 1 ഡേ ക്ലാസ് ആണ് ഇത്. ശരിക്കും വളരെ ഹൈ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കാരണം ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ, ഞാനൊക്കെ പുറത്തു പോയി എടുക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായി ചിലവായി. കാരണം നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പോകുന്നു, അവിടെ നിന്ന് ഒരു മാസ്റ്ററിന്റെ കീഴിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. ഇത് വളരെ ഹൈ എക്സ്പെൻസീവാ. ഇതെല്ലാവർക്കും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അത് നിരന്തര പ്രാക്ടീസുകൾ വേണം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട്. ഒരു ഡെയിലി ചെയ്യേണ്ട ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ എനർജി പാസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. ഇത് എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഇത് മുഴുവൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം ഇത് എവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല. നമുക്ക് മനസ്സിലാവും ഉപയോഗിക്കുന്നത് നമ്മുടെ സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് സാധനം കൊടുക്കൂല. ഈ എനർജി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഹൈ ലെവലിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്ക്, അതായത് എന്തൊരു സാധനത്തിനെയും നമ്മൾ കൂടിയ അളവിൽ ആകർഷിച്ചാൽ മാത്രമേ നമ്മളിലോട്ട് എത്തുള്ളൂ. അത് ലോയ, അറിയാലോ, അതൊരു പ്രപഞ്ച ലോയ. നമ്മളതിനെ കൂടിയ ലെവൽ നമ്മളതിനെ ആകർഷിക്കണം. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ആഗ്രഹിക്കുന്നു, അതിലൊന്നും നമ്മൾ എനർജി ഉപയോഗിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ എനർജി ഉപയോഗിക്കും. അതായത് എനിക്കൊരു കാറ് വേണം, നമ്മൾ വെറുതെ പറഞ്ഞായിരിക്കും. പക്ഷെ ഇല്ലേ, നമ്മുടെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ആയിട്ട് കണക്ട് ആയി പോകുന്ന എനർജി വേറെയാ. ചില ആളുകൾ ചിലപ്പോൾ 2-3 മാസം കഴിക്കാൻ കാറ് വാങ്ങിക്കും. അപ്പൊ ഇവർ ഞെട്ടിപ്പോകും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ നിന്ന് എത്രയുള്ള എനർജി ആയിട്ട് ഇത് കണക്ട് ആവും. അബൻഡൻസ്, സാമ്പത്തികം, നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങി നമ്മുടെ പ്രശ്നങ്ങൾ, എന്തൊരു കാര്യവും നമുക്ക് ഈ എനർജി വെച്ച് നമുക്ക് ലെൻസ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഇത് നിരന്തരം മെസ്മറിസം നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് കരുതി ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ, പലരുടെ ഒരു ഭയങ്കര ഡൗട്ടാണ് ഈ സാധനം, എൻ്റെ അടുത്ത് ചോദിക്കും, സാർ നമ്മൾ ഈ മെസ്മറിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനസ്സൊക്കെ വായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനർജി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്ന ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്ന അതിനൊരു പരിമിതി ഉണ്ട്. പല ബോഡികളും ഭയങ്കര പ്രൊട്ടക്റ്റഡാണ്. മെസ്മറിസം നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഉപാസനയുള്ള ആളുകളോ കൂടിയ ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളോ ഇവരിലോട്ട് ഈ എനർജി പാസ് ചെയ്യാൻ പറ്റൂല. അവർ പ്രൊട്ടക്ഷനിലാണ്. അതായത് തല കുത്തി മറന്നാലും നമുക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ആവശ്യപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഈ എനർജി ഉപയോഗിച്ച് നമുക്ക് അതിനെ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് അതിനെ ആകർഷിക്കാൻ പറ്റും. നമ്മളിലോട്ട് വലിച്ചെടുക്കാൻ പറ്റും. നമ്മളിലോട്ട് വലിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു സൈക്കോളജി ഒരു കാര്യമുണ്ട്. നമ്മളെ കാര്യം ആഗ്രഹിക്കുക. നമ്മളൊരു കാര്യം നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടത്താൻ തുടങ്ങും. അതായത് ഞാൻ ഒരു ജിമ്മിൽ പോയിട്ട് നല്ല മസിലുള്ള ഒരാളാവണമെന്ന് കുറെ നാൾ ആഗ്രഹിക്കുക. എന്തായിരിക്കും എൻ്റെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്നത്? വർക്കൗട്ട് ചെയ്യണം, എല്ലാ മണിക്കൂറും 2-3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം, എങ്കിലാണ് ആ സ്വപ്നത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് ബ്രെയിൻ തീരുമാനിക്കണം നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കണമെന്ന്. അപ്പോൾ ബ്രെയിൻ തീരുമാനിക്കണമെങ്കിൽ ബ്രെയിൻ നമ്മൾ നല്ല രീതിയിൽ ശക്തമായ സജഷൻസ്, തീരുമാനങ്ങൾ നമ്മൾ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഒരു വട്ടം പറഞ്ഞ് 2 വട്ടം പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ കേൾക്കുന്നില്ല. ഒരു 10, 20, 30 വട്ടം വളരെ നിരന്തരമായിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം എടുത്ത് പറഞ്ഞാൽ മാത്രമേ ബ്രെയിൻ ശരി, ഇത് ഇവന്റെ അംബീഷനാണ്, ഇത് ഇവന്റെ ആഗ്രഹമാണെന്ന് ബ്രെയിൻ തിരിച്ചറിയുള്ളൂ. ആ നിമിഷം മുതൽ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിന് മാറ്റങ്ങൾ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ മാറ്റങ്ങൾ കൊടുത്ത് നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് എനർജി ലെവലുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ചില സമയത്ത് ഈ
വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ ഈ മെസ്മറിസം പഠിക്കുമ്പോൾ സ്റ്റുഡൻസിനോട് പ്രത്യേക ഒരു കാര്യം പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ ഷോയൊന്നും കാണിക്കാൻ പോകരുതെന്ന്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസും പോയിട്ട് നീ ഒന്ന് വന്ന് നിൽക്ക്, ഞാനൊന്ന് ഗ്ലെൻസ് ചെയ്യാം എന്ന് കുറച്ച് ടെക്നിക്കൽ ഉണ്ട്. ആ ഗ്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയുടെ ഹൈ എനർജി ആയിരിക്കും, ഊർജ്ജമായിരിക്കും. ഇത് നേരെ ഇവരിലോട്ട് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആകെ പാനിക്കായി പോകും. അവർക്ക് സമാധാനമില്ല. മറ്റവൻ രക്ഷപ്പെട്ട്, അവൻ അതിൽ നിന്ന് ഊരിപ്പോയി, അവന്റെ സാധനം വെറുതെ എടുത്ത് നമ്മൾ നമ്മുടെ തലയിൽ കയറ്റി വെക്കും. അപ്പൊ നമ്മൾ കൃത്യമായി പറയും, ഗ്ലെൻസ് ചെയ്യാൻ പഠിപ്പിക്കും, എങ്ങനെയാണ്, ആർക്കാണ്, എപ്പോഴെല്ലാമാണ് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെസ്മർസം ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂല, മറ്റൊരാൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് അതിനകത്ത് വലിയ അത് ആക്റ്റീവ് ആവില്ല. കാരണം നമ്മുടെ എനർജി തന്നെ നമ്മളിലോട്ട് കൊടുക്കാന്ന് പറയുന്നത് പോസിബിൾ ആയ കാര്യമില്ല. നമ്മുടെ എനർജി വളരെ പോസിറ്റീവ് ആക്കി അതിന് ഊർജ്ജം കൂട്ടിയെടുത്ത് അതിനൊരു എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് മാറ്റി നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. അതാണ് നോർമൽ മെസ്മർസം പറ്റുന്നത്. കോഴ്സിന് EMI വല്ലതും ഉണ്ടോ? എല്ലാവർക്കും പഠിക്കാൻ കേട്ടോ. അതിന് പ്രായമൊന്നുമില്ല, വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസം വേണ്ട, അതിന് പ്രായത്തിന് പ്രശ്നമൊന്നുമില്ല. ഒരു 18 വയസ്സിന് മുകളിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല രീതിയിൽ പ്രാക്ടീസും നല്ല രീതിയിൽ മനസ്സും പിന്നെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തൊരു ബേസ് ആയിട്ട് വരുന്നത്. പലപ്പോഴും നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവും. മറ്റൊരാളുടെ എനർജി നമ്മളിലോട്ട് കയറാത്ത രീതിയിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന്റെ ഒരു അപകടവശത. അതായത് നമ്മൾ ഈ പണമുള്ള ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും എനർജി സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ പണം ഇരിക്കുന്നുണ്ട്, ഇവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവർ പ്രൊട്ടക്റ്റഡ് അല്ല. മനസ്സിലായോ? എങ്ങനെ പ്രൊട്ടക്റ്റഡ് അല്ല? ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഈ പണമുള്ള ആളുകളാണ്. അത് കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് ഒരാൾ ചെല്ലുന്നു, അവരുടെ ഒരു ബിസിനസ് പ്ലാൻ പറയുന്നു, സാർ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. എനർജി സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പലപ്പോഴും ഊർജത്തിന്റെയും ഈ എനർജിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൈമാറ്റമൊന്നും ഒരുപക്ഷെ ആളുകൾക്ക് കൃത്യമായ ബോധമില്ല. നമ്മൾ പെട്ടുപോകും. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് അവനൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ട്, ഇവൻ പറയുന്നത് എന്തോ പ്രശ്നമുണ്ട്, നോ പറയണം പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നാക്ക് പൊങ്ങൂലല്ലോ, മനസ്സിലായോ? ഡൗൺ ആയിട്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നമ്മളത് അറിയില്ല. ചില ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആവും. ഇവൻ എന്താ ഇപ്പൊ കിടന്ന് പറയുന്നത്, ഇവനെ ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര ദേഷ്യം കാണിക്കാൻ പറ്റില്ല നമുക്ക്. അവൻ എത്ര സമയമുണ്ടോ അത്ര സമയം നമ്മൾ കോൺക്രീറ്റിൽ കാല് കുഴിച്ചിട്ട് പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കും അനുഭവിച്ച്. എന്നിട്ട് നമ്മൾ പിന്നെ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് ചിന്തിക്കും. ഇത് ആക്ച്വലി ഒരു എനർജി പരിപാടിയാ ശരിക്കും. ആ എനർജിയിൽ ഒരാളെ നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പഠിച്ചിരുന്ന നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തില്ലെങ്കിലും ഇങ്ങോട്ടൊരു സാധനം കിട്ടാതെ നമുക്ക് സൂക്ഷിക്കാം.